പത്മരാജന്റെ കൂടെവിടെ എന്ന ചിത്രത്തിൽ ആലീസായി വന്ന് മലയാളികളുടെ മനം കവർന്ന നടിയാണ് സുഹാസിനി. പിന്നീട് എണ്ണിയാൽ തീരാത്ത അനവധി പ്രിയപ്പെട്ട കഥാപാത്രങ്ങളോടെ നിറഞ്ഞ നടി. എന്നാൽ ഇപ്പോൾ മലയാളം ഇൻഡസ്ട്രി സുരക്ഷിതമല്ല എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് സുഹാസിനി. ഗോവയിൽ വെച്ച് നടക്കുന്ന അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ഭാഗമായി നടത്തിയ ആദ്യ പാനൽ ചർച്ചയിലാണ് സുഹാസിനി ഈ കാര്യം തുറന്നു പറഞ്ഞത്. സ്ത്രീ സുരക്ഷയും സിനിമയും എന്ന വിഷയത്തിലായിരുന്നു ചർച്ച നടന്നത്. സിനിമാ നടനും നിർമ്മാതാവുമായ വാണി തൃപ്തി ടിറ്റോ ആയിരുന്നു ചർച്ചയുടെ മോഡറേറ്റർ. ചർച്ചയ്ക്കിടയിലാണ് മലയാളം സിനിമ ഇൻഡസ്ട്രി മറ്റ് ഇൻഡസ്ട്രികളെ വെച്ച് നോക്കുമ്പോൾ സുരക്ഷിതമല്ല എന്ന് സുഹാസിനി പറഞ്ഞത്. മലയാള സിനിമകൾ ഭൂരിഭാഗവും ലൊക്കേഷനിൽ ചിത്രീകരിക്കുന്നതിനാൽ ആളുകൾ കൂടുതലും വീട്ടിൽ നിന്ന് വിട്ടുമാറി നിൽക്കേണ്ട അവസ്ഥ ഉണ്ടാകാറുണ്ട്. മറ്റു വ്യവസായങ്ങളും സിനിമാ വ്യവസായവും തമ്മിൽ വ്യത്യാസമുണ്ടെന്നും സുഹാസിനി പറയുന്നു. മറ്റ് വ്യവസായങ്ങളിൽ ജോലിക്ക് പോയി വീട്ടിലേക്ക് മടങ്ങുന്നു. എന്നാൽ സിനിമകളിൽ സംഭവിക്കുന്നത് ഏകദേശം 200-300 ആളുകൾ ഒരു സ്ഥലത്തേക്ക് മാറുകയും അവിടെ ഒരു കുടുംബമായി ജീവിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്നു. ചിലപ്പോൾ മനസ്സോടെയോ ഇഷ്ടപ്പെടാതെയോ അതിര് കടന്നു പോകുന്ന സന്ദർഭങ്ങളും ഉണ്ടാകാറുണ്ട്. അവിടെ അവസരം മുതലെടുക്കുന്ന ചില ആളുകൾ ഉണ്ടാകും. സിനിമ ഇൻഡസ്ട്രി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ച് അനുഭവ പരിചയമില്ലാത്ത ചെറുപ്പക്കാർ വ്യവസായത്തിലുണ്ട്. അതുകൊണ്ട് അവരെ മുതലെടുത്തേക്കാമെന്നും സുഹാസിനി പറയുന്നു. ആളുകൾ അതിരുകടക്കുന്ന സാഹചര്യങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നുവെന്ന് തന്റെ ഭർത്താവും സംവിധായകനുമായ മണിരത്നത്തിനോട് ചോദിച്ചപ്പോൾ അത്തരം ആളുകളെ പുറത്താക്കിയ സന്ദർഭങ്ങളാണ് മറുപടിയായി അദ്ദേഹം തനിക്ക് നൽകിയതെന്നും സുഹാസിനി പറയുന്നു. മിക്ക തമിഴ് സിനിമകളും ചെന്നൈയിലും, കന്നഡ സിനിമകൾ ബംഗളൂരുവിലും, തെലുങ്ക് സിനിമകൾ ഹൈദരാബാദിലും, ഹിന്ദി സിനിമകൾ മുംബൈയിലുമാണ് ചിത്രീകരിക്കുന്നതെന്നും സുഹാസിനി സൂചിപ്പിച്ചു. അതേസമയം മലയാള സിനിമകൾ ഷൂട്ട് ചെയ്യുന്നത് ഒരു പ്രത്യേക സ്ഥലത്തല്ല. അതിനാൽ ജോലിക്കാർക്ക് നാട്ടിലേക്ക് പോകാൻ കഴിയില്ല. കൂടുതൽ നേരം ഔട്ട്ഡോർ ഷൂട്ടുകളിൽ കഴിയേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇത്തരം സന്ദർഭങ്ങളിൽ പലപ്പോഴും അതിരുകടന്നുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ടെന്നും ചർച്ചയിൽ സുഹാസിനി വ്യക്തമാക്കി. സുഹാസിനിയെ കൂടാതെ സംവിധായകൻ ഇംതിയാസ് അലി, ഖുഷ്ബു സുന്ദർ, ഭൂമി പട്നേക്കർ എന്നിവരും ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. മലയാളം ഇൻഡസ്ട്രിയെ പിടിച്ചുകുലുക്കിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഈ വർഷം തുടക്കത്തിലാണ് പുറത്തുവിട്ടത്. സിനിമകളിൽ സ്ത്രീകൾ നേരിടുന്ന ലൈംഗിക പീഡനങ്ങൾ, അസമത്വങ്ങൾ, പ്രതിഫലത്തിൽ നേരിടുന്ന പ്രശ്നങ്ങൾ, കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തൽ, ഷൂട്ടിംഗ് ലൊക്കേഷനിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്തത്, കൃത്യമായ രേഖകൾ നൽകാത്തത്, പവർ ഗ്രൂപ്പ് ഇങ്ങനെയുള്ള ഒട്ടനവധി പ്രശ്നങ്ങളാണ് മലയാള സിനിമയിൽ സ്ത്രീകൾ നേരിടുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനു ശേഷം പീഡന പരാതികളും തങ്ങൾ നേരിട്ട പ്രശ്നങ്ങളും തുറന്നുകാട്ടി നിരവധി അഭിനേതാക്കൾ രംഗത്തെത്തിയിരുന്നു.